ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ദാബ സ്റ്റൈലിലുള്ള ഒരു എഗ്ഗ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ബോയിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എഗ്ഗ്. നിങ്ങൾക്ക് എത്രയാണോ എഗ്ഗ് വേണ്ട അതിനനുസരിച്ചിട്ട് എടുക്കും. ഇനി നമുക്ക് ആദ്യം എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റവ് വെച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഒരു 2 മിനിറ്റ് നേരം ബോയിൽഡ് എഗ്ഗ് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. അടുത്തായിട്ട് ഇതേ ഓയിലിൽ തന്നെ നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം സൈസുള്ള ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചവ മാറിയതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാണ്. പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചതിന് ശേഷം ടൊമാറ്റോ പ്യൂരി ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പച്ചച്ചവ നന്നായിട്ട് മാറണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. കറി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ബോയിൽഡ് എഗ്ഗ്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അവസാനം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിലൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.